അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പേരിടലിൻ്റെ തലേദിവസം ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അച്ഛ വരുമ്പോ തല്ലിക്കൊല്ലും, അമ്മ വരുമ്പോ കുഞ്ഞോള് വരുമ്പോ കരുമുരും കടിച്ച് തിന്നും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പേരിടലിൻ്റെ വീഡിയോസൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, പെണ്ണുണ്ണീനെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ പെണ്ണുണ്ണിയുടെ കുഞ്ഞു വാവയുടെ, ഞങ്ങളുടെ പിങ്കിരിയുടെയും പെണ്ണുണ്ണിയുടെയും കുഞ്ഞു വാവയുണ്ട്. ആ വാവയുടെ പേരിടൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാവരുമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും വീട്ടിലേക്ക് പോയി ചെക്കനെയൊക്കെ കണ്ടതിന് ശേഷം, കുഞ്ഞു ചെക്കനെ കേട്ടോ, കുഞ്ഞു ചെക്കൻ്റെ പേരറിയേണ്ടത് നിങ്ങൾക്ക്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ മണ്ഡപത്തിലേക്ക് വന്നു. അപ്പോൾ മണ്ഡപത്തിലൊക്കെയാണ് പരിപാടികൾ, കണ്ടോ. ഇവിടെ എല്ലാവരും തിരക്കിലാണ്. മേമയുണ്ട്, പെണ്ണുണ്ണിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നെല്ലിക്ക അച്ചാറിടാനുള്ളത്, അതുപോലെ വെണ്ടക്കായ, പച്ചക്കറികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫോട്ടോഷൂട്ട് ചെയ്യാണ്, കണ്ടോ, ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പേരിടൽ നാളെയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ തലേ ദിവസം എല്ലാവരും കൊണ്ട് പോകുന്നതേ ഉള്ളൂ. പണിയൊന്നുമില്ല, പണിയൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം കുറച്ച് പണിയുണ്ട്. അപ്പോൾ വരാൻ ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ പണികളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ വരുമ്പോൾ കാണാം കേട്ടോ നമുക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം ഇവിടെ വന്നിട്ട് വൈകുന്നേരത്തെ സദ്യക്കുള്ള എന്താ പറയുക, എല്ലാ പണികളുമാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ പുളിഞ്ചിക്കുള്ള ഇഞ്ചി അരിയുന്നുണ്ട്. ഇന്നൊക്കെയുള്ള, അതായത് തലേ ദിവസം വൈകുന്നേരത്തേക്കുള്ള സാമ്പാർ ദേ തയ്യാറായി കഴിഞ്ഞു, തോരൻ റെഡി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാം ഇവിടെ ഒരുക്കങ്ങൾ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. പിറ്റേ ദിവസത്തേക്കുള്ളത് രാത്രിയാണ് ഒരുക്കങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിവിടെ പെണ്ണുണ്ണിയുടെ അമ്മയും മേമയൊക്കെ കൂടി നമ്മുടെ പാത്രം കഴുകുന്ന, വലിയ ഈ ഉരുളിയൊക്കെ കഴുകുന്ന തിരക്കിലാണ്. അങ്ങനെ എല്ലാവരും തിരക്കിലാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ദിവസമായിരുന്നു പേരിടലായതുകൊണ്ട് അധികം പേർക്കൊന്നും തലേദിവസം നേരത്തെ എത്താൻ പറ്റിയിട്ടില്ല. അതാ നമ്മുടെ ചോറ് റെഡിയായി, അതുപോലെ അച്ചാറ് റെഡിയായിട്ടുണ്ട്, അതുപോലെ സാമ്പാർ, മറ്റ് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ തിരക്കായിരിക്കും. ഇതാ ഗ്രൈൻഡറിൽ കാളനുള്ളതൊക്കെ അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. ഇതാ പെണ്ണുണ്ണിയുടെ വലിയച്ഛനാണ് കേട്ടോ. അപ്പോൾ ആളിവിടെ ഇഞ്ചി അരിയുന്നുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും ചെറുതായിട്ടൊന്ന് സഹായിക്കുന്നുണ്ട്. അധികം പണിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സഹായിക്കാൻ വേണ്ടി അവിടെ ഇരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇവിടെ പണിയെടുക്കാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പോയി. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് മാത്രം. ഇതാ ഇഞ്ചി പുളിക്കുള്ളതാണ് കേട്ടോ, പുളിയിഞ്ചി എന്ന് പറയുമല്ലോ. അപ്പോൾ പുളിയിഞ്ചിക്കെല്ലാം ഇഞ്ചിയൊക്കെ ഇവിടെ അരിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കാണാലൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുന്നവരെയും ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും വീട്ടിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പാറു പാറു എവിടെ പോയാലും ഇങ്ങനെ അടങ്ങിയിരിക്കില്ല കേട്ടോ. അവൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ചും പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ പാറുവിൻ്റെ പിന്നാലെ ചേച്ചിമോനും നടക്കുന്നുണ്ട്. അങ്ങനെ അവളും ദൈവമേ ഗ്രൈൻഡറിൽ പോകാവോല്ലേ. അപ്പോൾ അവൾ ഇതുപോലെ കുറുമ്പ് കാണിച്ച് ഇവിടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ എനിക്ക് നന്നായി ചൊറിയുണ്ട്, എൻ്റെ കൈ ചൊറിയുണ്ട്, നമുക്ക് ചേന നന്നാക്കണ്ടായിരുന്നോലേ.
അപ്പം അമ്മു ഭക്ഷണമൊക്കെ കഴിക്കാറായപ്പോൾ കറികളൊക്കെ ഇതിലേക്ക് പകർത്തുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടം കൊണ്ടാണ് അവൾ പകർത്തുന്നത്. അപ്പോൾ ഇത് അവിടെ തോരനുണ്ട്, സാമ്പാറുണ്ട്. ഇത് സാമ്പാർ നമ്മളുടെ ചൂടുള്ള നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും തോരനൊക്കെ പകർത്തിയതിന് ശേഷം ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ പാറുവിന് വാരി കൊടുത്തതിന് ശേഷമാണ് ഇരുന്നത്. അപ്പോൾ ഇവരെന്നെ കളിയാക്കുകയാണ്, ഇലയിലൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക. ഒരുപാട് നാളൊക്കെ ആയില്ലേ നമ്മളിങ്ങനെ സദ്യയൊക്കെ കഴിച്ച്, അതുപോലെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി ഒരുപാട് നാളുകളായി. അപ്പോൾ അതുപോലെ ഇതേ തലേദിവസത്തെ കാഴ്ചകളാണ് ഇവിടെ. കണ്ണനും സന്ധ്യയും എൻ്റെ അച്ചുമോനും ഒക്കെ ഉണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം പിങ്കിരിയുടെ കൂട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അനൂപ് കേട്ടോ, പോലീസ് അനൂപ്. ഓക്കെ, അവനും വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ പിങ്കിരിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലേ. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവൻ ഭയങ്കര ലക്കി. അപ്പോൾ മുട്ട പൊരിച്ചിട്ടുണ്ട്. രാവിലെ ഒന്നും പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് മുട്ട പൊരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് നമുക്ക് അവിടെയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പേരിടൽ നടക്കുന്ന ശ്രീഭദ്ര ഓഡിറ്റോറിയം, ചെമ്പൂത്ര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിലാണ് പേരിടൽ നടക്കുന്നത്. അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സുധി എപ്പോഴാ വന്നേ? ഹായ്, നീ എപ്പോഴാടി വന്നത്? ഓലെ പോയി. അപ്പോൾ ഉണ്ണികളൊക്കെ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും എത്തിയിട്ടുണ്ട്. ഉണ്ണികൾ ഇവിടെ ബലൂണൊക്കെ പറിച്ചെടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇത് നമ്മുടെ പിങ്കിരിയാണ്. പിങ്കിരിയുടെ ഉണ്ണിയുടെയാണ് പേരിടൽ കേട്ടോ. പിങ്കിരിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവൻ എല്ലാവരെയും കാണിച്ചൊക്കെ തരുന്നുണ്ട്. ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ എല്ലാവരുടെയും. അപ്പോൾ നമുക്ക് സ്റ്റേജ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ പേരിടൽ നടക്കാൻ പോകുന്ന സ്റ്റേജ്. നെയ്മിങ് സെറിമണി ഇതൊക്കെ വെച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബലൂണൊക്കെ പറിച്ച് കുട്ടികളുള്ളടത്ത് ബലൂണൊക്കെ ഇരിക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും നമ്മുടെ ചെക്കൻ, അപ്പോൾ ഉണ്ണിച്ചക്കൻ്റെ പേരിടലാണെന്ന്. അപ്പോൾ വാശിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മേമ അവനെ എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പേരിടൽ ചടങ്ങൊക്കെ കാണാം. അതുപോലെ തന്നെ അവിടെ ഭയങ്കര ഡാൻസാണ് പാറു. ഇവിടെ നമ്മൾ പേരിടുമ്പോഴേ നമ്മൾ ഇങ്ങനെ അരി വറുത്തതും നാളികേരമൊക്കെ കൂടി വെക്കാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ അവിടെ മുകേഷും അമ്മും കൂടി തയ്യാറാക്കുന്നത്. നമ്മുടെ അമ്മു. അപ്പോൾ കണ്ട സൂപ്പറായിട്ടുണ്ട്. എല്ലാ സെറ്റിങ്സും നന്നായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വിളക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ശ്രീചേട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പേരിടൽ ചടങ്ങൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പിങ്കിരിക്ക് നമ്മുടെ അച്ഛനില്ലാത്തതുകൊണ്ട് അവൻ്റെ ചേട്ടനാണ് പേര് വിളിക്കുന്നത്, അനൂപ്. അപ്പോൾ പേര് കേട്ട് അവൻ ഞെട്ടിയിരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അച്ഛൻ്റെ പേരാണ് വിളിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവരിടുന്ന പേര് വിളിക്കും. അപ്പോൾ അത് കേട്ടിട്ട് അവൻ അന്തം വിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.
അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ പേരാണ് അബിയോയെ. യോയോമോ എന്ന് വിളിക്കാമെന്നാണ് പിങ്കിരി പറയുന്നത്. അപ്പോൾ ഈ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയണേ. പേര് ഒന്നുകൂടി ഞാൻ പറയാം, അബിയോയെ. അപ്പോൾ എല്ലാവരും സന്തോഷമായി ഇതാ കുഞ്ഞിച്ചക്കന് എല്ലാവരും സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പേരിടൽ ചടങ്ങ് വളരെ ഭംഗിയായി മനോഹരമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളിവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതേ നമ്മുടെ ആദിക്കുട്ടി ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്, പുറത്തും കുറേ പേരുണ്ട്. ഇതാ ഇവരിവിടെ കളിക്കുകയാണ് കേട്ടോ. അതാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ ഹരിയുടെ പെണ്ണാണത് അനിത. അപ്പോൾ ബാക്കി അതിനൊക്കെ ശേഷം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഇതാ മുകേഷ് ഇവിടെ ദേവിയുടെ ഫോട്ടോത്തിൻ്റെ അവിടെ നമ്മുടെ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഉണ്ണികൾ ഇവിടെ ബലൂണ് സ്റ്റേജൊക്കെ തകർത്തവർ തരിപ്പണാക്കിയിട്ടുണ്ട്, എല്ലാം വലിച്ചെടുത്ത്. അപ്പോൾ ദാ ഇവിടെ കുഞ്ഞിപ്പാറും ശ്രീപാറും എല്ലാവരും കൂടി ഇവിടെ വഴക്ക് കൂടുകയാണ് ബലൂണിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർ ദാ ഇവിടെ സ്റ്റേജിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേര് സ്റ്റേജിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചോറുണ്ണാൻ പോയി. പുണ്ണികളുടെ ബലൂണൊക്കെ ഇവിടെ ശ്രീചേട്ടൻ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇതാ നമ്മുടെ സുനിമാമനുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ പെങ്കിരിയുടെ കൂട്ടുകാരെല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ അല്ല ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും ഇതുപോലെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ പെങ്കിരിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇന്നലെ തലേ ദിവസമാണ് എത്തിയിരിക്കുന്നത്. അവൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് സത്യത്തിൽ ഞങ്ങളൊക്കെ അതിശയപ്പെട്ടു. എത്ര പേരല്ലേ, സത്യത്തിൽ അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ. കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പാറുവിനും ചെച്ചുമോനൊക്കെ ഭയങ്കര ദാഹം. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു സോഡ മേടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതാ പാറും ചെച്ചും അച്ചുമോൻ ഇപ്പം അങ്ങോട്ട് പോയി. അപ്പോൾ അവർ രണ്ടുപേരും സോഡ കുടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അമ്മയും അന്നും അമ്മുമൊക്കെ വന്നത്. അപ്പോൾ അവർക്കും കൂടി നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു സോഡ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം അവർ പോയി, ഞങ്ങൾ വീണ്ടും തിരിച്ച് മണ്ഡപത്തിലേക്ക് പോയി. അപ്പോൾ ഈ വിശേഷങ്ങൾ വീണ്ടും കാണാം, നമുക്ക് തിരിച്ചു പോകാം. ഈ ബക്കറ്റിൻ്റെ പുറകെ നിൽക്കുന്ന രണ്ട് ഉണ്ടക്കണ്ണ് കാണാൻ പറ്റും. അതാണ് പിങ്കിരിയുടെ ചേട്ടൻ അനൂപ്, പോലീസിലാണ് കേട്ടോ. അപ്പോൾ അവിടെ അതിനുശേഷം ശ്രീചേട്ടൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. നല്ല സദ്യയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാതും പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ മണ്ഡപത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിങ്കിരിയുടെ വീട് വരെ ഒന്ന് പോയിട്ടോ.
അവർക്കും യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ് ഞാൻ പോവാണ് കേട്ടോ.